ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഗൗരവമുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമൊന്നും അല്ല. എന്നാൽ പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്നോ, താരാട്ടുപാട്ടുകൾ. താലോലം താലോലം കുഞ്ഞോനെ എൻ്റെ താരാട്ടിൽ നീയോറങ്ങൻ മോനെ. നമ്മുടെ വല്ലുമ്മയും നമ്മുടെ വല്ലുപ്പയും നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മളെ ഉറക്കാൻ പാടിയ താരാട്ടുപാട്ടുകളുടെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുക. പല ആളുകളും ചോദിച്ചേക്കാം, ഉസ്താദെ, താരാട്ട് പാട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പ്രസക്തി ഉണ്ട്. അത് കൃത്യമായി മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും നിങ്ങളൊന്ന് കേൾക്കണം. നബിതങ്ങളുടെ കാലം മുതലേ ഉള്ള ഏർപ്പാടാണ് ഈ താരാട്ട് പാട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ ഉറക്കാൻ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മൾ നമ്മുടെ കുട്ടികളെ ഉറക്കുന്ന സമയത്തും പാടുന്ന വ്യത്യസ്തമായ ഒരുപാട് താരാട്ട് പാട്ടുകളുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. ഈ താരാട്ടുപാട്ടുകൾ ഒരു കുട്ടിയുടെ ആത്മീയമായ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശാലമായ ചർച്ചയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. താലോലം താലോലം കുഞ്ഞേ. വ്യത്യസ്തമായ 6 താരാട്ടുപാട്ടുകൾ. താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. അതെങ്ങനെയാണ്, അതിൻ്റെ ഇതിവൃത്തം എന്താണ് എന്നുള്ള ഒരു ചർച്ച നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ കാണുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ള, എല്ലാവരും അറിഞ്ഞിരിക്കൽ നിർബന്ധമായ ഒരു കാര്യമൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. വളരെ നിസ്സാരമായ, എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, ആസ്വദിച്ചിട്ടുള്ള, നമ്മൾ ആരും അങ്ങനെ മൈൻഡ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത്, നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളെ ഉറക്കാൻ നമ്മുടെ ഉമ്മമാരും വാപ്പമാരും വല്ലുമ്മമാരും താരാട്ട് പാട്ട് പാടിയിരുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികളെ ഉറക്കാൻ നമ്മൾ തൊട്ടിലിൽ ആട്ടുന്ന സമയത്ത് പാടാറുള്ള താരാട്ട് പാട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എല്ലാം അറിവുകളാണ്, ഇൽമുകളാണ്. നിസ്കാരം മാത്രമല്ല അറിവ്, ഹജ്ജ് മാത്രമല്ല അറിവ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും അതും അറിവ് തന്നെയാണ്. അതായത് നമ്മൾ കുട്ടികളെ ഉറക്കുന്ന സമയത്ത് ദിക്ർ ചൊല്ലിയിട്ടാണ് സാധാരണ നമ്മൾ ഉറക്കാറുള്ളത്. ഈ ദിക്ർ ചൊല്ലാൻ നമ്മളോട് ആരാ പറഞ്ഞു തന്നത്? കുട്ടികളെ ഉറക്കുമ്പോൾ ദിക്ർ ചൊല്ലി ഉറക്കണമെന്ന് ആര് നമുക്ക് പഠിപ്പിച്ച് നൽകി? പലരോടും ചോദിച്ചാൽ അവർക്ക് ആർക്കും അതിൻ്റെ ഉത്തരം അറിയില്ല. അതിൻ്റെ ഉത്തരം ഞാനൊന്ന് പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിതങ്ങൾ ചെറുതായിരുന്ന സമയത്ത്, നബിതങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നബിതങ്ങളുടെ ഉമ്മ ഹലീമ ബീവിയുടെ അടുക്കൽ കൊണ്ടുപോയിരുന്നു. എന്തിനാണ്? അന്നത്തെ കാലത്ത് മക്കയിൽ അറബി സ്ത്രീകളുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ട്. അതായത് മുലകുടി പ്രായത്തിൽ മറ്റ് സ്ത്രീകളെ പാല് കൊടുക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കാറുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയാകുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരു സ്ത്രീയായ ഹലീമ ബീവിയുടെ അടുക്കൽ കൊണ്ടുപോയി ഏൽപ്പിക്കുകയല്ല, ഈ ഹലീമ ബീവി ആമിന ബീവിയുടെ അടുക്കൽ വന്ന് ഇവരെ ആ ഒരു സമ്പ്രദായത്തിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഈ ഹലീമ ബീവിയുടെ
കൂടെ അവരുടെ വീട്ടിൽ നബിതങ്ങൾ ഇങ്ങനെ കഴിയുന്ന സമയത്ത് ചെറുപ്രായത്തിൽ ചെറുതായിരിക്കുമ്പോൾ തൊട്ടിലിൽ ആട്ടി ഉറക്കുന്ന ആ ഒരു പ്രായം, ആ സമയത്ത് ഈ ഹലീമ ബീവിയുടെ മകളാകുന്ന ഷൈമ ബീവി, അവർക്കന്ന് പറയുന്നത് 6 വയസ്സും 6 7 വയസ്സ് മാത്രം, ചെറിയ പെൺകുട്ടിയാണ്. ഈ ചെറിയ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അറിയാം, നമ്മുടെ വീട്ടിലുമുണ്ടല്ലോ ചെറിയ പെൺകുട്ടികളൊക്കെ. അവർക്ക് നമ്മുടെ ഉമ്മമാരുടെ ഒരു ശ്രദ്ധയാണ് ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ. ചെറിയ കുഞ്ഞു കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു 6 വയസ്സ് 7 വയസ്സായ ചെറിയ പെൺകുട്ടികൾക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും. അവരെ ഉറക്കാനും അവരെ കുളിപ്പിക്കാനും ഒക്കെ മുന്നിലുണ്ടാകും ഈ ചെറിയ പെൺകുട്ടികൾ. അങ്ങനെ ഈ 6 വയസ്സുള്ള ഷൈമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കുന്നതിന് വേണ്ടി തൊട്ടിലിൽ കിടത്തിയിട്ട് ഇങ്ങനെ ആട്ടി ഉറക്കുമായിരുന്നു. ആ സമയത്ത് ചില പാട്ടുകൾ പാടാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിൽ കാണാം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കാൻ ഷൈമ ബീവിയാകുന്ന 6 വയസ്സുള്ള ആ ചെറിയ പ്രായത്തിലുള്ള ആ പെൺകുട്ടി പാടിയ പാട്ട് ഇന്നുമുണ്ട്, ഇന്നും നമുക്ക് കാണാം. എന്താ പറയുന്നത്? യാ റബ്ബനാ അബ്ഖി ലനാ മുഹമ്മദാ ഹത്താ അറാഹു യാഫിഅൻ വ അംറദാ ഹാദാ അഖുല്ലി ലം തലിദുഹു ഉമ്മി എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട്. ഇപ്പം ഞാനിത് പാടുമ്പോൾ താരാട്ട് പാട്ടായില്ല, അന്ന് അവരത് പാടിയപ്പോൾ അത് താരാട്ട് പാട്ടായിരുന്നു. അത് നബിതങ്ങൾ അത് കേട്ടാണ് ഉറങ്ങിയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. താരാട്ട് പാട്ടുകൾ അത് നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പഴമക്കാരായ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരൊക്കെ കൈമാറി വന്ന ഒരു സമ്പ്രദായമാണ് ഈ താരാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ. അതായത് യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് താരാട്ടുപാട്ട് കിട്ടും. താരാട്ടുപാട്ടെന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്താൽ ഒരുപാട് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വരികളൊക്കെ കൂട്ടിച്ചേർത്ത് കുറേ മ്യൂസിക്കൊക്കെ ഇട്ട് എന്തോ ഒരു കുറച്ച് വരികൾ ഇങ്ങനെ പാടുന്നു. അതല്ല യഥാർത്ഥ താരാട്ടുപാട്ട്. താരാട്ടുപാട്ടെന്ന് പറഞ്ഞാൽ ലളിതമായ വരികൾ, പക്ഷെ ആശയം ഗംഭീരമായിരിക്കും. അത് പാടുന്നവർക്കും കേൾക്കുന്ന കുട്ടിക്കും അത് ആസ്വദിക്കുവാനും അത് സന്മാർഗത്തിലേക്ക് നയിക്കാനും പര്യാപ്തമാകുന്നതാണ് താരാട്ട് പാട്ടുകൾ. ഒരു കുട്ടി ആ കുട്ടിയുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കേൾക്കാൻ തുടങ്ങുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഒരു കുട്ടി ഉമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കേൾക്കാൻ തുടങ്ങും. കാണുന്നത് ഭൂമിയിലേക്ക് വന്നിട്ടാണ്, അവൻ നാവ് കൊണ്ട് രുചിക്കുന്നത് ഭൂമിയിലേക്ക് വന്നിട്ടാൻ, പക്ഷേ ഗർഭാശയത്തിൽ വെച്ച് തന്നെ കേൾക്കാൻ തുടങ്ങും. അങ്ങനെ കേൾക്കുന്നു, ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുക്കുന്നത്. എന്തേ? ആ കുട്ടിക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ കേൾവി എന്നുള്ള ആ ഒരു ശക്തി അല്ലാഹു തആല ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടികൾ താരാട്ട് പാട്ട്, അതുപോലെ അള്ളാഹുവിൻ്റെ പേരുകൾ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരുകൾ അത് കേട്ട് നല്ല രൂപത്തിൽ വളരാനാണ് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ ഉറക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയും സ്വലാത്ത് ചൊല്ലിയും നല്ല ഇസ്ലാമികപരമായ താരാട്ട് പാട്ടുകൾ പാടി ഉറക്കണമെന്ന് പഴമക്കാർ പറയാനുള്ള കാരണം. ഈ താരാട്ട് പാട്ടെന്ന് പറഞ്ഞാൽ തവക്കുലിൻ്റെ പാട്ടുകളാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു സദസ്സിലൊരു കുട്ടി ഇരുന്ന് കരയുന്നു. ആ കുട്ടി കരയുമ്പോൾ ആ കുട്ടിയുടെ പിതാവ് ചെന്നിട്ട് കുട്ടി എടുക്കുമ്പോൾ ഒരു പക്ഷേ അവൻ കരച്ചിൽ നിർത്തും. എന്നിട്ടും അവൻ വാപ്പ എടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നില്ല എങ്കിൽ പിന്നെ വാപ്പയേക്കാൾ പരിചയമുള്ള ഉമ്മയെടുക്കണം. ഉമ്മയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഉമ്മയെടുക്കുമ്പോൾ അവൻ്റെ ആ കരച്ചിൽ ഒരു പക്ഷേ നിന്നേക്കാം. ഉമ്മയെടുത്തിട്ടും അവൻ്റെ കരച്ചിൽ മാറുന്നില്ല എങ്കിൽ ഉമ്മയേക്കാൾ പരിചയമുള്ള ഒരാളുടെ പേരോ വാക്കോ കേൾക്കണം. അതാണ് താരാട്ടുപാട്ട്, അല്ലേ? അപ്പോൾ ഉമ്മ എന്ത് ചെയ്യും? തൊട്ടിലിട്ടും അല്ലെങ്കിൽ തോളിൽ കിടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറങ്ങിക്കോ ലാ ഇലാഹ അങ്ങനെ പറയും. അപ്പോൾ അവൻ അവിടെ വെച്ച് കേൾക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹിനെ പറ്റി അവൻ കേൾക്കുകയാണ്, അള്ളാഹിൻ്റെ പേര് കേൾക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് താരാട്ട് പാട്ടുകൾ അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഇനി ചെലുത്തേണ്ടതാണ്. നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ചെറുപ്രായത്തിൽ ഈ അള്ളാഹിനെ പറ്റിയും മുത്ത് റസൂലിനെ പറ്റിയൊക്കെ പാട്ട് രൂപത്തിൽ പാടിക്കൊടുക്കുക അത് വളരെ ഖൈറായ ഒരു കാര്യമാണ് എന്ന് ആദ്യമായി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ അറിയിച്ചു തരുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 തരത്തിൽ നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേട്ട് പരിചയമുള്ള ഒരു 6 താരാട്ട് പാട്ടുകളാണ് പരിചയപ്പെടുത്തുന്നത്.
നമുക്കൊക്കെ ഇത് കേട്ടതാണ്, അറിയാവുന്നതാണ്. പിന്നെയും പറയുന്നു, ഇതൊന്നും വലിയ ഗൗരവമായ കാര്യമൊന്നുമല്ല. പക്ഷേ പലപ്പോഴും ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ താരാട്ടുപാട്ട്. ഇത് ഏറ്റവും ബെസ്റ്റ് ഫേവറേറ്റ് ഗണത്തിൽ പെടുത്താൻ പറ്റിയ ഒരു താരാട്ടുപാട്ടാണ്. ഒരുപക്ഷെ അമുസ്ലിം അമ്മമാർ പോലും അവരുടെ കുട്ടികളെ ഉറക്കാൻ ഈ താരാട്ടുപാട്ട് പാടുന്നുണ്ട്. ഗായികയായ സിത്താര അവരൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള ഒരു താരാട്ടുപാട്ട്, ഒരു പാട്ടാണ് അവളെ ഉറക്കുന്ന സമയത്ത് ഞാൻ പാടാറുള്ളത്. സിത്താരയുടെ മകളും നാട്ടിലുള്ള മറ്റ് മക്കൾക്കൊക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും. മോൾ എപ്പോഴും ചോദിക്കുന്ന പാട്ടാണ് സിത്താരയുടെ പാടണമെന്ന്, മടിക്കിടത്തി പാടിപ്പിച്ചിട്ടുള്ള പാട്ട്. അവൾ ഉറങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എപ്പോഴും എന്നെ കൊണ്ട് പാടിക്കാറുണ്ടത്. ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു താരാട്ടുപാട്ട് ഇത് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ ഉറക്കുമ്പോൾ, ചെറുപ്രായത്തിൽ ഉറക്കുമ്പോൾ ഈ പാട്ട് പാടിയിട്ടുണ്ടാകും. ഏതാണ് ആ ഒരു താരാട്ടുപാട്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. താലോലം താലോലം കുഞ്ഞോനെ എൻ്റെ താരാട്ടിൽ നീയുറങ്ങൻ മോനെ, താലോലം താലോലം തേൻ മോനെ നല്ല താരിളം പാട്ടിലെ പൂമൈനേ, കരയല്ലേ മോനെ ചീണുങ്ങല്ലേ നിന്റെ കുഞ്ഞിക്കാവിൽ തടം വാടല്ലേ, കരയല്ലേ മോനെ ചീണുങ്ങല്ലേ നിന്റെ കുഞ്ഞിക്കാവിൽ തടം വാടല്ലേ, പരിശുദ്ധ പൂവൻ പഴമല്ലേ റബ്ബ് പിരിശത്തിൽ തന്ന നിധിയല്ലേ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതുപോലെ താരാട്ടുപാട്ട് പാടി ഉറക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ ഹസ്ബി റബ്ബി മാത്രം ഓതി പാടി ഉറക്കുന്ന ഉമ്മമാരുമുണ്ട്. അപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മുടെ ഉമ്മമാർ നമ്മളെ ഉറക്കാൻ, നമ്മുടെ വല്ലുമ്മമാർ നമ്മളെ ഉറക്കാൻ പാടിയ പാട്ടാണ്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് ആ കുട്ടിക്ക് ആ ഒരു ശബ്ദം കേട്ട്, ആ പാട്ട് കേട്ട്, ആ ഈണം കേട്ട് ഉറങ്ങാൻ പറ്റിയ രൂപത്തിലാണ് ആ പാട്ട് പാടുന്നത്. നമ്മൾ ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവുകയാണ്. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, എന്നാൽ കേൾക്കാൻ സാധ്യത കുറവുള്ള ആളുകളുമുണ്ട്. ചില വല്ലുമ്മമാരൊക്കെ ഇത് പാടാറുണ്ട്. ഏതാണ് രണ്ടാമത്തെ താരാട്ടുപാട്ട്? നമുക്കൊന്ന് പരിശോധിക്കാം. താലോലം 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 താരാട്ടും കേട്ട് ഉറങ്ങുമോളെ, കുഞ്ഞിക്കണ്ണുകൾ പൂട്ടി മയങ്ങുമോളെ, അള്ളാന്റെ സമ്മാനം അഴകിൻ്റെ പൂവധനം, കൽബിൻ്റെ കൽബായ ഓമലാളെ, നല്ല താലോലം കേട്ട് ഉറങ്ങുമോളെ, മുത്ത് നബിയായ
നബിയാരെ മുത്തുസ്ലാമിൻ്റെ സത്തായ മാർഗം വരിച്ചിടേണേ ഏറ്റം നന്മയിലെന്നും വളർന്നിടേണേ താലോലം 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 താരാട്ടും കേട്ട് ഉറങ്ങുമോളെ കുഞ്ഞി കണ്ണുകൾ പൂട്ടി മയങ്ങുമോളെ. ഇതൊക്കെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും, ചില ആളുകൾ ആദ്യമായി കേൾക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഈ പാട്ടുകൾ പാടി ഉറക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടായിരുന്നു. മലബാറിലൊക്കെ ഇതുപോലെ പാട്ടേ പാടുന്ന ഉമ്മമാരുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ കുട്ടിയെ നോക്കാൻ വരുന്ന ആയയെന്നോ അല്ലെങ്കിൽ പല സ്ഥലത്തും പല പേരാണ് വരുന്നത്. ഒരു 40 ദിവസത്തേക്ക് ഒരു സ്ത്രീ വരും ആ കുട്ടിയുടെ കാര്യങ്ങളും ആ കുട്ടിയുടെ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി. അപ്പോൾ ചില വയസ്സായ ഉമ്മമാർ വന്നിട്ട് അവരെ ഉറക്കുമ്പോൾ ഈ ഒരു പാട്ടൊക്കെ പാടിയാണ്. അതായത് നബിതങ്ങളെ പറ്റിയും അവിടുത്തെ സ്വഹാബിമാരെ പറ്റിയും അവിടുത്തെ അള്ളാൻ്റെ ദിക്റുകളൊക്കെ ചേർത്ത് ഇണക്കിയിട്ട് ഇങ്ങനെ പാടുന്നൊരു പാട്ട്. ഈ താലോലം വെച്ചുള്ള ഒരുപാട് താരാട്ടുപാട്ടുകളുണ്ട്. താലോലം വെച്ച ഒരുപാട് താരാട്ടുപാട്ടുകളുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് മൂന്നാമത്തേത് സ്വഹാബിമാരുടെ ചരിത്രങ്ങൾ ചെറുതായി പരിചയപ്പെടുത്തുന്ന ചില താരാട്ടുപാട്ടാണ്. പണ്ടത്തെ കാലത്ത് മാത്രമല്ല ഇന്നത്തെ കാലത്തും ഒരുപാട് താരാട്ടുപാട്ടുകൾ ഇപ്പോൾ നമ്മൾ പാടാൻ പോകുന്ന തരത്തിൽ ഒരുപാട് താരാട്ടുപാട്ടുകളൊക്കെ ആളുകൾ എഴുതുന്നുണ്ട്. പക്ഷേ പല പാട്ടുകൾക്കും വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരുപാട് മ്യൂസിക്കുകളൊക്കെ ഇട്ട് അതൊരു താരാട്ടുപാട്ടാണോ എന്ന് നമുക്ക് സംശയിക്കുന്ന തരത്തിലേക്ക് അത് മാറ്റപ്പെടുകയാണ്. അപ്പോൾ മൂന്നാമതായി പരിശോധിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റെടുത്ത നല്ല വരികളുള്ള ഒരു താരാട്ടുപാട്ടാണ്. കരളിൻ പൊലിവേ ഉറങ്ങ് എൻ്റെ കൽക്കണ്ടത്തേനെ ഉറങ്ങ് ഉമ്മാൻ്റെ പൊലിവേ പൂമോളുറങ്ങ് ഉപ്പാൻ്റെ കനിയേ പൂമോളുറങ്ങ് അല്ലാഹു തന്നൊരു നിധിയേ കനിയേ ആരോമൽ പൈതലുറങ്ങ് എൻ്റെ ആരോമൽ പൈതലുറങ്ങ് ഹംസത്തിൻ ധൈര്യം തരട്ടെ ഇലാഹ് ഇസ്സത്തിൽ വാഴാൻ കനിയേണെ റബ്ബ് ഹംസത്തിൻ ധൈര്യം തരട്ടെ ഇലാഹ് ഇസ്സത്തിൽ വാഴാൻ കനിയേണെ റബ്ബ് ചിരിയിൽ സ്വർഗം തെളിയും ബുദ്ധി ആരോമൽ പൈതലുറങ്ങ് അലിവോടുമ്മ തേടണ സ്വത്തേ ആരോമൽ പൈതലുറങ്ങ് എൻ്റെ ആരോമൽ പൈതലുറങ്ങ് കരളിൻ പൊലിവേ ഉറങ്ങ് എൻ്റെ കൽക്കണ്ടത്തേനെ ഉറങ്ങ് ഉമ്മാൻ്റെ പൊലിവേ പൂമോളുറങ്ങ് ഉപ്പാൻ്റെ കനിയേ പൂമോളുറങ്ങ് അല്ലാഹു തന്നൊരു നിധിയേ കനിയേ ആരോമൽ പൈതലുറങ്ങ്. ഇത് ഇന്നത്തെ കാലത്ത് പുതുതലമുറയിലെ സഹോദരിമാരും ഒരുപക്ഷെ ഈ പാട്ടൊക്കെ പാടാറുണ്ട്. കാരണം എൻ്റെ കുട്ടി സ്വഹാബിമാരെ പോലെ ധീരനാവണം എന്നുള്ള ആ ഒരു വലിയ നീയത്തിലൊക്കെ ആയിരിക്കാം അവരിങ്ങനെ സ്വഹാബിമാരുടെ ചരിത്രമൊക്കെ ചേർത്തിട്ട് ഇത്തരത്തിലുള്ള താരാട്ടുപാട്ടുകൾ പാടുന്നത്. ഇനി പരിശോധിക്കുന്നത് നാലാമത്തേത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം ഇതിവൃത്തമാക്കിയിട്ടുള്ള ഒരു താരാട്ടുപാട്ടാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉമ്മ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുന്ന ഒരു ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രം ഒക്കെ ഒരു താരാട്ടുപാട്ടാക്കി പാടുന്നുണ്ട്. ഫിർഔനിൻ്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ
കൊടുത്ത കേൾക്ക് ഫിർഔനിൻ്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക് നിറവാർന്നുള്ള കഥയും കേട്ട് രണ്ട് നയനം പൂട്ടി എൻ്റെ മകളുറങ്ങ് നദിയിലൂടെ ഒഴുകി വന്ന പെട്ടി തുറന്ന നേരം ഉള്ളിൽ ഒരു ആൺകുട്ടി ഇരു കയ്യാലെ കുഞ്ഞിനെ എടുത്തു ബീവി ഏറ്റം പിരീശത്താലെ മുത്തി മണത്ത് ബീവി ഫിർഔനിൻ്റെ പ്രിയ പത്നിക്ക് അല്ലാഹ് ഫിർദൗസല്ലേ കൊടുത്ത കേൾക്ക്. മൂസാ നബിയുടെ ആ ചരിത്രമൊക്കെ ഒന്ന് പാടി അതെൻ്റെ കുട്ടിക്ക് അത് മനസ്സിലാവണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ആ മൂസ നബിയെ പോലെ മഹദിയായ ആസിയ ബീവിയെ പോലെയൊക്കെ വലിയ ഈമാനുള്ളവരായി മാറണമെന്നുള്ള ഒരു നിയത്തിലായിരിക്കാം പണ്ടുള്ള ഉമ്മമാരൊക്കെ ഈ ഒരു പാട്ട് പാടിയിരുന്നത്. ഇനി അഞ്ചാമതായി നമ്മൾ നോക്കും, നമ്മുടെ ഉമ്മമാരിൽ ഭൂരിഭാഗം ആളുകളും ഇതിൻ്റെ ആദ്യത്തെ വരിയെങ്കിലും പാടാതെ പോയിട്ടില്ല. ആദ്യത്തെ വരിയെങ്കിലും ഈ താരാട്ടുപാട്ടിൽ പാടാതെ പോയിട്ടില്ല. നമ്മൾ ആ ഒരു താരാട്ടുപാട്ടാണ് ഉമ്മമാരുടെ വല്ലുമ്മമാരുടെ ബെസ്റ്റ് ഫേവറേറ്റ് ഈ താരാട്ടുപാട്ടുകളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇത് താരാട്ടുപാട്ടുകളിലെ ഒരു ബെസ്റ്റ് ഫേവറേറ്റ് പാട്ടാണെന്ന് നമുക്ക് ഒരു പക്ഷേ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേകും ആമ്പലേ അല്ല തന്ന കാതലേ. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തൊളി മഹ്മൂദരേ മദ്ഹ് പാട്ട് പാടിടാം, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുറിഞ്ഞി പൈതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇപ്പോൾ ഈ പാടിയ പാട്ടിൻ്റെ ഇടയിലുള്ള മലയാള വരികൾ ഒഴിച്ചാൽ ഈ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ കേൾക്കാത്ത ഒരു ചെറിയ കുട്ടി പോലും ഉണ്ടാവില്ല. എല്ലാ ഉമ്മമാരും ഉപ്പമാരും കുട്ടി ഉറക്കുമ്പോൾ ഈ ദിക്റെങ്കിലും ഈ ഒരു ടൂണിലെങ്കിലും പാടിയിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ മറ്റൊരു ടൂണിലെങ്കിലും ഈ ഒരു താരാട്ടുപാട്ടായിട്ട് പാടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ആറാമതായി അവസാനമായി പരിശോധിക്കുന്നത് ആധുനിക ചില താരാട്ടുപാട്ടുകളിൽപ്പെട്ട അറബി ഒരുപാട് ചേർത്ത് പാടുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഈ ഉസ്താദുമാരായിട്ടുള്ള വാപ്പമാർ വല്ലുപ്പമാർ അല്ലെങ്കിൽ കുറച്ച് നല്ല ദീനീബോധമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാകും.
എല്ലാവർക്കും ദീനീബോധമുണ്ട്, പക്ഷെ കുറച്ച് അധികം ദീനീബോധമുള്ള ചില ഉമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെയാണ് ഒരു പക്ഷേ ഈ ഒരു പാട്ട് പാടാറുള്ളത്. അല്ലാ 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 അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പുണ്യ മദീനത്തെ രാജാവോരേ സയ്യിദ് മുസ്തഫ തങ്ങളുടെ മദ്ഹൂകൾ കേട്ട് ഉറങ്ങുമോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരുപക്ഷെ ഇതൊക്കെ കേട്ടോളണമെന്നില്ല, പക്ഷേ ഇത് പാടുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. കേട്ടവരുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. താരാട്ടുപാട്ടെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്നാരും ചോദിക്കേണ്ട. താരാട്ടുപാട്ടുകളെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ഉറക്കാൻ ആ ഒരു സമയത്ത്, ആ ഒരു മൊമെൻറ്റിൽ ആ ഉമ്മയും ആ ഒരു വാപ്പയും അല്ലെങ്കിൽ വല്ലുപ്പയോ വല്ലുമ്മയോ ആരാണോ ഉറക്കുന്നത് അവരുടേതായ ശൈലിയിൽ ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്ന ശബ്ദത്തിൽ, ആ ഒരു താളത്തിൽ, ആ ഒരു രാഗത്തിൽ പാടുന്ന പാട്ടുകളെല്ലാം താരാട്ടുപാട്ടാണ്. ഇത് പാടുന്ന, ഇപ്പോൾ നമ്മൾ 6ാമതായി പാടിയ പാട്ട് പാടുന്ന വാപ്പമാരുണ്ടാകാം, നമ്മൾ 5ഉം അതുപോലെ 4ഉം 3ഉം 1ഉം 2ഒക്കെ ആയി പാടിയ പാട്ടുകൾ പാടുന്ന ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. ഇതല്ലാത്ത ആയിരക്കണക്കിന് താരാട്ടുപാട്ടുകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. പല ആളുകളും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് പേര് എഴുതിയതുണ്ട്. പല ആളുകളും എഴുതിയെന്നും അല്ല പാടുന്നത്, കാണാതെ പഠിച്ചുമല്ല. ആ സമയത്ത് അവരുടെ വായിൽ വരുന്ന ആ ഒരു കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്ന സമയത്ത് പാടുന്ന ആ ഒരു പാട്ട്, അത് പിന്നെ താരാട്ടുപാട്ടായല്ലോ. അങ്ങനെ പാടുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ഒരു 6 എണ്ണമാണ് പറഞ്ഞത്. ഇനിയും ഒരുപാട് പേരുണ്ട്. ഇനി ആരെങ്കിലും കമൻ്റ് ആയിട്ട് ഇതെന്തൊക്കെയാണോ താരാട്ടുപാട്ട്, ഇതൊക്കെ എന്ത് താരാട്ടുപാട്ട് എന്ന് പറഞ്ഞ് ആരും വരണ്ട. ഇതല്ലാത്ത ഒരുപാട് താരാട്ടുപാട്ട് അറിയാവുന്ന ആളുകളുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന പെട്ടെന്നുള്ള ഒരു 6 താരാട്ടുപാട്ടുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്കറിയാവുന്ന താരാട്ടുപാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. താരാട്ടുപാട്ട് അതൊരു പുതിയ കാര്യമാണ്, അതൊന്നും പാടാൻ പാടില്ല, അതങ്ങനെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞ് ആരും വരണ്ട. കാരണം നബിതങ്ങളുടെ കാലം മുതലേ ഈ ഒരു പ്രക്രിയ ഉണ്ട്. അത് അവരുടെ കാലത്ത് അവരുടേതായ രൂപത്തിൽ, നമ്മുടെ ഈ കാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടേതായ രൂപത്തിൽ നടക്കുന്നു എന്ന് മാത്രം. പിന്നെ പാട്ട് ഹറാമ് എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, പറയാനും പാടില്ല. പാട്ട് അത് ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ അതിലേക്ക് സംഗീതവും മറ്റ് കോമാളിത്തരങ്ങളും വരുമ്പോഴാണ് അത് ഹറാമിൻ്റെ രൂപത്തിലേക്കാകുന്നത്. നശീദകൾ, കവിതകൾ, പാട്ടുകൾ അതൊക്കെ നബിതങ്ങളുടെ കാലത്തേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ തന്നെ, സ്വഹാബിമാരിൽ തന്നെ അഗ്രഗണ്യന്മാരായ ഒരുപാട് കവികളുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളാണ് ഒന്ന് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു, മറ്റൊരാളാണ് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു. ഇവരൊക്കെ യുദ്ധത്തിന് പോകുമ്പോൾ നബിതങ്ങൾ പറയും നശീദ് അങ്ങോട്ട് പാടിക്കോ, അങ്ങനെ നശീദ പാടും. അതുപോലെ വെറുതെ നബിതങ്ങൾ ഇരിക്കുമ്പോൾ സ്വഹാബിമാരെ കൊണ്ട് ഈ നശീദ പാടിപ്പിക്കുമായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാടിയിട്ടുണ്ട്, ഒരുപാട് കവിതകൾ അവർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തു കേട്ടാലും അത് ഹറാം, ഇത് ബിദ്അത്ത്, അത് ശിർക്ക് എന്ന് പറഞ്ഞു പോവാതെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക, ഇല്ലാത്തത് അങ്ങോട്ട് തള്ളിക്കളഞ്ഞേക്കുക. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊരു താരാട്ടുപാട്ട്, ഇത് വലിയ ഗൗരവമുള്ള വിഷയമൊന്നുമല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇത് ഗൗരവമായി എടുക്കേണ്ട ഒരു സാഹചര്യമാണിത്. കാരണം നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി പോകുന്നു. കാരണം എന്താ, ഇന്ന് ഉമ്മമാർ താരാട്ടുപാട്ട് പാടാനോ
പഠിക്കാനോ അവർക്ക് ദിക്ർ ചൊല്ലാനോ നേരമില്ല. അവർ കുട്ടികളെ ഉറക്കുമ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്ന തൊട്ടിലല്ലോ, സ്പ്രിംഗ് ആണ്. സ്പ്രിങ്ങിൽ ഇങ്ങനെ അവരിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലും കയറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ താരാട്ടുപാട്ട്, എവിടെ ദിക്ർ, ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ഇന്നത്തെ തലമുറ വളരുന്നു. എന്താണ് ദീനെന്നോ എന്താണ് ഇസ്ലാം എന്നോ ആരാണ് പടച്ചോനെന്നോ അറിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ വഴിതെറ്റിപ്പോകുന്നത് അധികമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ, നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് കമൻ്റ് ഇടുന്നവരുണ്ട്, ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു. അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുകയും അതുപോലെ രോഗങ്ങൾക്ക് ശിഫാ നൽകുകയും എല്ലാവിധത്തിലുള്ള കടങ്ങളെ തൊട്ടും കണ്ണേറുകളെ തൊട്ടും അള്ളാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു ഖൈറിലും സന്തോഷത്തിലും നല്ല സൽഗുണന്മാരായി സൽഗുണവതികളായി അള്ളാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ.